മംഗലാപുരത്തെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കി റെയിൽവേ പകരം മൈസൂർ ഡിവിഷനിൽ ഉൾപ്പെടുത്തി. പുതിയ മാറ്റത്തോടെ പാലക്കാട് ഡിവിഷൻ വരുമാനത്തിൽ 60% കുറവ് വരും. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ശരത്ത്, എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്ന ഒരു തീരുമാനമാണോ ഇപ്പോൾ റെയിൽവേ കൈക്കൊണ്ടിട്ടുള്ളത്? ആനന്ദ്, വളരെ നേരത്തെ തന്നെ റെയിൽവേ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നുള്ള കാരണം പാലക്കാട് ഗോവ മംഗളൂർ വന്ദേമാതരം കോഴിക്കോട് നീട്ടുന്ന കാര്യത്തിൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 21 ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിറക്കിയിരിക്കുന്നത് ദിനേശ് കുമാർ എന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈസ്റ്റേൺ റെയിൽവേയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ദിനേശ് കുമാർ വശിഷ്ഠാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ വളരെ ഉള്ളാൽ മുതലുള്ള റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം ഉള്ളാൽ, അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേന്റെ ഭാഗമായ തുംകൂർ മുതലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് ഇപ്പോൾ മൈസൂർ ഡിവിഷനിൽ കാരണം എന്ന് പറഞ്ഞാൽ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. മംഗലാപുരത്തുള്ള ഏരിയയിൽ പാലക്കാട് ഡിവിഷനിൽ വരുന്നതിനെ കുറിച്ച് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം മംഗലാപുരത്തു നിന്നുള്ള MP അടക്കം പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗോവ മംഗലാപുരം വന്ദേമാതരം കോഴിക്കോട് നീട്ടാനുള്ള പ്രപ്പോസൽ അനൗൺസ് ചെയ്ത ശേഷം അത് ക്യാൻസൽ ചെയ്യും. അതിനുശേഷം അത് ഗോവ മംഗലാപുരം ബാംഗ്ലൂരിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നിലാണ് ഈ മാസം 21 ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗലാപുരത്തെ പൂർണ്ണ രൂപത്തിൽ തന്നെ മൈസൂർ ഡിവിഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതനുസരിച്ച് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താ? മംഗലാപുരത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ വരുമാനം മുഴുവൻ തന്നെ ചെന്നൈ മദ്രാസ് മെയിൽ അടക്കമുള്ള അല്ലെങ്കിൽ മലബാർ എക്സ്പ്രസ് അടക്കമുള്ള എല്ലാ മംഗലാപുരം ഡിവിഷനിൽ നിന്ന് പാലക്കാട് ഡിവിഷനിൽ നിന്ന് പുറപ്പെട്ടിരുന്ന എല്ലാ ട്രെയിനുകളും മംഗലാപുരം മൈസൂർ ഡിവിഷനിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദ്, വരുമാനത്തിൽ വൻ ഇടമാണ് പാലക്കാട് ഡിവിഷൻ വരുന്നത്. നേരത്തെ തന്നെ പാലക്കാട് ഡിവിഷൻ ചെന്നൈയിൽ നിന്നുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പാലക്കാട് ഡിവിഷൻ അവിടെ മറ്റൊരു ഡിവിഷനായിട്ട് വിഭജിച്ചിരുന്നു നേരത്തെ തന്നെ. ആ വിഭജനത്തോടെ പാലക്കാട് ഡിവിഷൻ ആനന്ദ് വളരെ വലിയ വിഷമത്തിലാണ്. അതിനുശേഷമാണ് മംഗലാപുരം കൂടി പോകുമ്പോൾ ഇതുണ്ടാകുന്ന വരുമാനത്തിടവ് ഇത് പൂർണ്ണമായിട്ടും വികസനത്തിന് തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ, റെയിൽവേ വികസനത്തിലെ കാര്യത്തിന് ബജറ്റിൽ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആനന്ദ്, ശരി ശരത്ത്, വ്യക്തമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ റെയിൽവേ നടത്തിയിരുന്നു. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. മംഗലാപുരത്തെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നാണ് വിശദാംശങ്ങൾ ലഭിച്ചത്.